ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ ഫ്രണ്ട് നമ്മൾ മൺകാട് മാറുന്ന ദിവസം പറഞ്ഞിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ഇത് മൺകാട് പെയിൻറ്റ് ചെയ്ത് തന്നതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടി കമ്പനിയിൽ നിന്ന് വരുന്ന സമയത്ത് ഈ മൺകാടിന് പെയിൻറ്റ് ഉണ്ടാവില്ല. അതായത് വെറുതെ പ്രൈമർ അടിച്ചിട്ടാണ് വരാം. അതായത് കോമൺ ആയിട്ടാണ് വരാം. നമ്മൾ ഏത് മോഡൽ വണ്ടിയാണോ, ഏത് കളർ വണ്ടിയാണോ ആ വണ്ടിക്ക് അനുയോജ്യമായ കളർ നമ്മൾ പെയിൻറ്റ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് അടിച്ച് അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്ത മൺകാടാണ്. അപ്പോൾ മൺകാട് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് പാർട്സായിട്ട് വരുമ്പോൾ നമുക്ക് വന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1988 രൂപ നമുക്ക് വന്നത്. 1988 രൂപ നമുക്ക് ശരിക്കും ഈ മൺകാടിന് റേറ്റ് വന്നുണ്ട്. പിന്നെ നമുക്ക് പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് പെയിൻറ്റ് ചെയ്തെടുക്കണം. 2 കോട്ട് പെയിൻറ്റ് വിത്ത് ക്ലിയർ ആയിട്ടാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത്. അതിൻ്റെ ചാർജ് അഡീഷണൽ വരാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളുകൾ ഡാമേജ് ഉണ്ട്. കാരണം ഞാൻ ബ്രേക്ക് കേബിളോടെ പൊട്ടിയിരിക്കുന്ന സംഭവം കണ്ടായിരുന്നു, ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നോക്കുന്ന സമയത്ത് നമുക്ക് കേബിളുകളുടെ റേറ്റ് വരാമെന്ന് പറഞ്ഞാൽ 186 രൂപ നമുക്ക് അതിന് കോസ്റ്റ് ഉണ്ട് ഒരെണ്ണത്തിൻ്റെ കേട്ടോ. മറ്റേ കേബിളിന് 188 രൂപ തന്നെ ഉണ്ട് ഒരെണ്ണത്തിന്. ഒരെണ്ണം വരുമ്പോൾ ബാക്കിലത്തെ വരുമ്പോൾ 275 രൂപ. പിന്നെ അതുകൂടാതെ കൊണ്ട് നമുക്ക് ഫ്രണ്ടിലെ ബുഷുകളുടെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ടല്ലോ. ഫ്രണ്ട് ലിങ്ക് ബുഷുകൾ കോപ്പർ ബുഷ് എന്ന് പറഞ്ഞില്ലേ, ഇതാണ് ശരിക്കും കോപ്പർ ടൈപ്പ് ബുഷാണ് ഇതിന് വരാം. അതിന് കിറ്റായിട്ട് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് അതിൻ്റെ എല്ലാ സെറ്റിങ്സും കിറ്റായിട്ട് വരാം. അപ്പോൾ അതിന് വരുമ്പോൾ 510 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരാം. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ആ ഷോക്കിൻ്റെ ബുഷ് വരുമ്പോഴത്തേക്കും 102 രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുണ്ട്. 102 രൂപ അതിന് കോസ്റ്റ് വരുന്നുണ്ട്. ബ്രേക്കിൻ്റെ ലൈൻഡർ എന്ന് പറയുമ്പോഴത്തേക്കും 271 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരാം കേട്ടോ. 271 രൂപേൻ്റെ റേറ്റ് വരുന്നത് ഈ വന്ന എമൗണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫ്രണ്ടും ബാക്കും തീർന്നു നിൽക്കുക. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഇങ്ങനെ അഴിക്കുമ്പോൾ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ ചെയ്യണോ, നമ്മൾ കാണുന്ന കാര്യം ചെയ്യണോ എന്നുള്ള കേസ്. അപ്പോൾ അതും പ്രകാരം നമുക്കിപ്പോൾ ഇതിപ്പോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ രണ്ടാമത് അഴിക്കേണ്ടതായിട്ട് വരും. ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓടും. നമ്മൾ അഴിച്ചിട്ട് രണ്ടാമത് കയറ്റുമ്പോൾ എന്തെങ്കിലും പ്രശ്നം കാണിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്ത് ചോദിക്കണതിൻ്റെ ഒരു കേസ് കേട്ടോ. അപ്പോൾ അതായത് 2 ബ്രേക്കിൻ്റെ ലൈൻഡറുകൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് എന്ന് പറയും, അതിന് 410 രൂപ നമുക്ക് കോസ്റ്റ് വരും. അത് നമ്മൾ ഹീറോൻ്റെയാണ് ചൂസ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ അതിന് ബോൾഡർ സെപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതേപോലെ ഓട്ടോ കമ്പനി മോളിക്കോട്ട് ഗ്രീസും കാര്യങ്ങളൊക്കെ കൂടിയ തന്നെ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് മറ്റേ ഹോണ്ടേനേക്കാളും റേറ്റ് ചെറിയ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് കുറച്ചുകൂടി ലൈഫ് നമുക്ക് ഇതിന് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തത് കേട്ടോ. പിന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് അഡ്ജസ്റ്റിൻ്റെ നട്ടുകൾ 2 ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ജോയിൻറ്റും കൂടി 2 ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേബിൾ മാറ്റി അത്രയും ഭാഗം അങ്ങോട്ട് ക്ലിയർ ആയിട്ട് പോകും. അപ്പോൾ അതിനാണ് ഇത്ര ഐറ്റം ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് പാർട്സിൻ്റെ റേറ്റാണ് നമുക്ക് അത്രയും കോസ്റ്റ് വരാം. നമുക്ക് സർവീസ് ചാർജ് പറഞ്ഞാൽ ഇത്രയും വർക്ക് നമ്മൾ ചെയ്യണതിൻ്റെ ഫ്രണ്ട് കോൺസെപ്റ്റ് അതേപോലെ ബുഷ് സെറ്റ് കാര്യങ്ങൾ കേബിളുകളെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് സർവീസ് കോസ്റ്റായിട്ട് നമുക്ക് കൂടി വേണ്ടത് 600 രൂപയാണ് നമുക്ക് ചാർജ് വരാം. ലേബർ ചാർജായിട്ട് വരാം. ബാക്കിയത്തെ പാർട്സ് വിത്ത് ആ പെയിൻറ്റിങ്ങിന് നമുക്ക് 500 രൂപയാണ് നമുക്ക് ഇതിൻ്റെ വന്നേനെ കേട്ടോ. അത് പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ കൊടുത്തേക്കണ കാശാണ്. കാരണം 2 കോട്ട് പെയിൻറ്റിങ്ങും ക്ലിയറിങ്ങും കൂടി നമ്മൾ അടിപ്പിച്ചാണ്. അപ്പോൾ കറക്റ്റായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലൈഫ് കിട്ടും നമുക്ക്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ആ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് പറഞ്ഞിരുന്നല്ലോ. അത് നിലവിൽ നമ്മൾ ഫ്രണ്ട് മൺകാട് നമ്മൾ പൊട്ടിപ്പോയിട്ട് ആദ്യം വെൽഡ് ചെയ്ത് ഈ ഭാഗത്താണ്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇതാണ് ശരിക്കും അതിൻ്റെ സ്റ്റാൻഡേർഡ് ലെഗ്. അപ്പോൾ അതിന് ബലക്കുറവുള്ളത് കൊണ്ട് തന്നെ നാളെ അത് വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊടുത്തതിന് ശേഷം അത് അല്പം കൂടി നമ്മൾ തകിട് വെച്ചിട്ട് നല്ല രീതിയിൽ ബലപ്പെടുത്തണം ശരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അഴിക്കുമ്പോഴാണ് നമുക്കിതൊക്കെ കാണാനും ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ക്ലിയറായിട്ട് ചെയ്തതിന് ശേഷം ആ ഭാഗം ഒന്ന് പെയിൻറ്റിങ് കൂടി ചെയ്തിട്ട് വേണം നമുക്ക് വണ്ടിമേക്ക് കയറ്റാനായിട്ട്. അപ്പോൾ അത്രയും ഭാഗം പക്കയായിട്ട് നമുക്ക് റെഡിയായിട്ട് പൊക്കോളും. അപ്പോൾ ഈ പാർട്സുകളുടെ കോസ്റ്റാണ് നമുക്ക് ഇത്രയും വന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹോണ്ടയുടെ പാർട്സുകൾ എന്ന് പറയുമ്പോൾ കമ്പനി പാർട്സുകൾ മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മൺകാടിൻ്റെ റേറ്റൊക്കെ നോക്കുമ്പോൾ അറിയാം 2000 രൂപയ്ക്ക് നിസ്സാര റേറ്റാണ് ഇതിനൊക്കെ കുറവുള്ളൂ. പിന്നെ നമ്മൾ വണ്ടിയുടെ ജസ്റ്റ് ഞാൻ അതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ നോക്കിയിരുന്നു. ഓയിലൊരു തരി പോലും ഓയിൽ സ്റ്റിക്കിനകത്ത് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒരുവിധം കൊള്ളാവുന്ന ഒരുവിധം നല്ല ഓയിൽ ഞാൻ ടോപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ ഓയിലല്ല, നമുക്ക് ഈ പുതിയ വണ്ടികൾ സർവീസിന് വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫ്രഷ് ഓയിൽ ഊറ്റി കളഞ്ഞതിൽ നിന്നും എടുത്തിട്ട് കുറച്ച് ഒഴിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഓയിൽ ലെവൽ കുറഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് പുകയുടെ പ്രശ്നം ഉണ്ടാവും. ഓയിൽ മൈന്യൂട്ടായിട്ട് കത്തിപ്പോകുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറഞ്ഞ് പോയി എഞ്ചിനൊക്കെ കയറി പിടിച്ചാലുള്ള അവസ്ഥ ചിന്തിച്ചാൽ ഊഹിക്കാവുന്നുള്ളൂ നമുക്ക് എന്താണ് അതിൻ്റെ കോസ്റ്റ് വരാമെന്നുള്ള കേസ്. നല്ല രീതിയിലൊക്കെ ആ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓൾറെഡി എനിക്കൊന്ന് പുകയുണ്ടാവും. അതല്ലാതെ കൊണ്ട് അത്രയും ഓയിൽ കുറയാനായിട്ടുള്ള സാധ്യതയില്ല. ഇതൊക്കെയാണ് ശരിക്കും നമുക്ക് ഈ എമൗണ്ടിലേക്ക് എത്താനുള്ള കാരണം. ഏകദേശം നമുക്കൊരു 5000 രൂപ 5000 രൂപ നമുക്ക് അതിന് കോസ്റ്റ് വന്നുണ്ട് ഇത്രയും വർക്ക് ചെയ്തു വരും. അതിനകത്ത് കൂടി നമുക്ക് സർവീസ് ചാർജ് ഇനത്തിൽ വരാമെന്ന് പറഞ്ഞാൽ 600 രൂപ മാത്രമാണ് നമുക്ക് പണിക്കാശായിട്ട് വന്നുള്ളൂ. ബാക്കിയതൊക്കെ പാർട്സുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.
അതേപോലെ തന്നെ ഈ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന കേസ് പ്രത്യേകം ഒന്ന് പരിഗണിക്കുക. കാരണം എന്താ വെച്ചാൽ അത് ഓയിൽ കുറഞ്ഞു ഓടിക്കഴിഞ്ഞാൽ എഞ്ചിൻ പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ.